രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുടക്കത്തിൽ പറയാം. ഒന്ന്, അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ റെയ്ഡിന് ശേഷം പുറത്തു വന്ന രണ്ട് പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ ടൈറ്റിൽ കാർഡുകളിൽ വീണ ടിയുടെ പേരിൽ 242 അക്കൗണ്ടുകളിൽ നിന്നായി 18 കോടി രൂപ കണ്ടെത്തിയിരിക്കുന്നു എന്ന മട്ടിലാണ് രണ്ട് മാധ്യമങ്ങളിൽ നിന്ന് വന്നത്. റിപ്പോർട്ടറിൻ്റെ ചാനലിലെ മാധ്യമത്തിലെ കാർഡല്ല. ഒന്ന്, യഥാർത്ഥത്തിൽ വസ്തുത എന്തായിരുന്നു? 242 അക്കൗണ്ടുകൾ വീണ ടിക്കുണ്ടോ? ഇല്ല. കണ്ടെത്തിയത് ഒരേ ഒരു അക്കൗണ്ട്. ഏത് അക്കൗണ്ടാണ് അത്? HDFC അക്കൗണ്ടാണ്. അവിടെ എത്രയായിരുന്നു വീണ ടിക്കുണ്ടായിരുന്നത്? 1.5 ലക്ഷം രൂപ. പുറത്തു വന്ന കാർഡിൽ എത്രയാണ്? 18 കോടി. ഇതൊന്ന്. രണ്ടാമത്തത്, അബുദാബിയിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഒരു വാർത്ത പുറത്തു വരുന്നത്. ഞാൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ അബുദാബിയിൽ അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ലെന്നും NRI സ്റ്റാറ്റസ് നിലവിൽ വീണ വിജയൻ ഇല്ല എന്നുമാണ് മനസ്സിലാക്കിയത്. NRI സ്റ്റാറ്റസ് ഇല്ലാതെ ഒരു NRI അക്കൗണ്ട് എങ്ങനെയാണ് അബുദാബിയിൽ വീണ തുടങ്ങുക എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഇനി അങ്ങനെ നമ്മളെല്ലാവരെയും മറച്ചുവെച്ച് ഒരു അക്കൗണ്ട് വീണ ടി അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരിക തന്നെ വേണം. പക്ഷേ ഈ നിമിഷം വരെയും അതില്ല. പക്ഷേ പുറത്തു വരുന്ന വാർത്തകൾ അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു എന്ന മട്ടിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇവിടെ സ്മൃതി അവതരിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ചൊരു റിപ്പോർട്ടാണ്. യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ട് 2024 തന്നെ മാത്യു കുഴൽനാടൻ ഉന്നയിച്ചൊരു ആരോപണമാണ്. പിന്നീട് അതിന് വലിയ പ്രാധാന്യമില്ലെന്ന് കണ്ട് അന്ന് തന്നെ വ്യവസായ വകുപ്പ് മന്ത്രി മറുപടി പറഞ്ഞ വിഷയവുമാണ്. 2023 ജിയോ 2024 മാത്യു കുഴൽനാടൻ കാണിക്കുന്നുണ്ട്. പുതുതല്ലെന്നാണ് ഞാൻ പറയുന്നത്. പുതുതായിട്ട് വന്ന തെളിവല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വാശി പിടിക്കുക. ജിയോയിൽ പറയുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ നടന്നത്. ഈ സമയത്താണ് ഒന്ന് സമാധാനപ്പെടൂ. എന്താണ് 2024 പറഞ്ഞിരുന്നത്? മാത്യു കുഴൽനാടൻ പറഞ്ഞത് അന്ന് 2018 സംസ്ഥാന സർക്കാർ വ്യവസായ നയത്തിലും സർക്കാർ വെള്ളം ചേർത്തു എന്നത് മാത്രമല്ല 4 വർഷം ഇത് വൈകിപ്പിച്ചു. ജനം ഓൺലൈനിൽ ഇപ്പോഴും അത് കിടപ്പുണ്ട്. ആ ഡിലേ കൊണ്ട് CMRന് ലാഭമുണ്ടാക്കി കൊടുത്തു. ഇതല്ലേ ഇപ്പോൾ സ്മൃതി പറഞ്ഞ ആർഗ്യുമെന്റ്? എങ്ങനെയാ CMRന് ലാഭം ഉണ്ടാക്കി കൊടുത്തത്? അതായത് 2 വർഷം മുമ്പ് പബ്ലിക് ഡൊമൈനിൽ മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണത്തെയാണ് പുതിയൊരു തെളിവ് എന്ന മട്ടിൽ അവതരിപ്പിച്ചിരിക്കുന്നത്.